ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യം. ആകയാൽ വരിക, നീ എൻ്റെ ജനമായ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും പുറപ്പെടുവിക്കേണ്ടതിന് ഞാൻ നിന്നെ ഫറവോന്റെ അടുക്കൽ അയക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, ഈ വിശുദ്ധ ദിവസത്തിൽ അവിടുത്തെ വചനവുമായ ഇവിടെ നിൽപ്പാൻ തന്നെ കൃപയ്ക്കായി സ്തോത്രം. വചനം പറയുവാൻ അടിയനെ അവിടെ നിന്നും ശക്തീകരിച്ച് ബലപ്പെടുത്തണമേ. ആമീൻ. ഈജിപ്തിലെ ഫറവോൻ രാജാവിന്റെ അടിമത്തത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് കനാൻ ദേശം ലക്ഷ്യമാക്കി പുറപ്പെട്ട ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രമാണ് ഈ പുസ്തകം. ഈ 10-ാം വാക്യത്തിൽ ഒരു ദൈവവിളിയും ഒരു തിരഞ്ഞെടുപ്പുമുണ്ട്. ഒന്നാമതായി ദൈവം മോശയെ വിളിക്കുന്നു. വിശുദ്ധ വേദ പുസ്തകം നാം പഠിക്കുമ്പോൾ പല വ്യക്തികളെയും ദൈവം പേര് ചൊല്ലി വിളിക്കുന്നതായി കാണാം. ഇവിടെ ഇതാ കത്തുന്ന മുൾപടർപ്പിന്റെ നടുവിൽ നിന്നുകൊണ്ട് സാവധാനമാണ് ദൈവം മോശയെ വിളിച്ചത്. ഇന്ന് പല സാഹചര്യത്തിൽ കൂടി ദൈവം നമ്മളെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഈ ദൈവശബ്ദം കേൾക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമുക്ക് തന്നെ ഒന്ന് ശോധനം ചെയ്യാം. അനുദിനമുള്ള തിരുവചന പഠനത്തിലൂടെയും പ്രാർത്ഥനയിൽ കൂടിയും മാത്രമേ ദൈവവുമായുള്ള ബന്ധത്തിൽ ശക്തിപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ. ചെറുപ്രായം മുതൽ പാട്ടുകളിലും കഥകളിലും പ്രാർത്ഥനയിലൂടെയുമാണ് ദൈവവുമായുള്ള ബന്ധത്തിൽ നമ്മൾ ശക്തിപ്പെടുത്തുന്നത്. അതിന് നമ്മെ സഹായിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളും സൺഡേ സ്കൂൾ അധ്യാപകരുമാണ്. രണ്ടാമതായി ദൈവം മോശയെ തിരഞ്ഞെടുത്തു. ഫറവോന്റെ അടിമത്തത്തിൽ കഴിഞ്ഞ ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടതയും നിലവിളിയും ദൈവം കണ്ടു. അവരെ അവിടെ നിന്നും രക്ഷിക്കുന്നതിനും മുന്നോട്ട് നയിക്കുന്നതിനുമാണ് ദൈവം മോശയെ വിളിച്ചതും തിരഞ്ഞെടുത്തതും. മോശ രാജകൊട്ടാരത്തിൽ കഴിഞ്ഞപ്പോൾ സുഖസൗകര്യങ്ങൾക്കൊപ്പം ജീവിക്കാമായിരുന്നു. എന്നാൽ തന്നെ കഷ്ടതയെ രക്ഷിച്ച ഒരു ദൈവം തന്നോടുകൂടെ ഉണ്ടെന്ന വിശ്വാസം കൊണ്ടാണ് കൊട്ടാര ജീവിതം വിട്ട് ദൈവ വഴി സഞ്ചരിച്ചത്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മുമ്പിലും ഒരുപാട് വഴികൾ തുറന്നു കിടപ്പുണ്ട്. ഈ ലോകമോഹങ്ങൾക്ക് അടിമപ്പെട്ട് നമ്മുടെ ജീവിതം നശിപ്പിക്കാതെ ദൈവവിളി കേട്ട് ദൈവവഴി സഞ്ചരിച്ച് എന്നാൽ നമ്മളെ ദൈവം ഉന്നതരാക്കി തീർക്കും. ദൈവവുമായുള്ള മോശയുടെ ബന്ധം അവനെ ദൈവവിളി കേൾക്കുന്നതിനും മുന്നോട്ടുള്ള യാത്രയിൽ ശരിയായ ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തീരുമാനം എടുക്കുന്നതിനും ഏതു കഷ്ടതയുടെ അനുഭവത്തിൽ കൂടി കടന്നു പോയാലും ധൈര്യം നൽകി മുന്നോട്ട് നയിക്കുന്ന ഒരു ദൈവം കൂടെ ഉണ്ടെന്ന ഉറച്ച വിശ്വാസം മോശയെ ഉന്നതരാക്കി തീർത്തു എന്ന് ഈ കാലഘട്ടത്തിൽ നാമും ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവശബ്ദം കേൾക്കുന്നതിനും ശരിയായ വഴി തിരഞ്ഞെടുക്കുന്നതിനും ഏത് പ്രയാസവേളയിൽ ദൈവം നമ്മോടുകൂടെ ഉണ്ടെന്ന ഉറച്ച വിശ്വാസത്തിലും മുന്നോട്ട് ജീവിപ്പാനും പ്രവർത്തിപ്പാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു.